കോൺസ്റ്റബിൾ ആയിട്ടുണ്ടോ? കോൺസ്റ്റബിൾ ആയിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. കാരണം എനിക്ക് ആ കോൺസ്റ്റബിൾ ലുക്ക് അല്ല, എന്റെ മേളത്തെ ലുക്കാണ്. ബേസിലൊരു മിടുക്കനല്ലേ ഈ പൃഥ്വിരാജിനെ പോലെ വേറെ മിടുക്കനാണ്. കാരണം പണി അറിയാം, കളി അറിയാം, ഞാനൊരു വലിയ സംഭവം അല്ലേ, രണ്ടും അറിയാം. കളിയോ സിനിമ എനിക്ക് അത് വേണോ? അത് നിനക്ക് അതില്ലാത്തത്. എനിക്കില്ല. എനിക്ക് ആരും വിളിച്ചാ പോവും, അല്ലെങ്കിൽ പക്ഷെ ബേസിൽ അങ്ങനെ ആരുടെ പുറകെ പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കളി ചേട്ടൻ വേറെ ആളില്ലാത്തോണ്ടല്ലേ ചേട്ടനെ ഇപ്പോ എന്തെങ്കിലും മാർഗം നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരാളെ ഇടും. ബൈജുവിനെ ഇടും, ബൈജുവിനെ കിട്ടിയില്ലെങ്കിൽ മനോജ് കെ ജയനെ ഇടും. ഇങ്ങനെ എല്ലാവരും അയാൾ പറയാം. എന്നിട്ട് മറ്റേ പറഞ്ഞു, പക്ഷേ എനിക്കൊരു പകരക്കാരൻ മലയാള സിനിമയിലില്ല. ഞാൻ ആ പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ എനിക്ക് പകരം വേറൊരാളെ ഇടാൻ പറ്റില്ല. അപ്പൊ എന്നിട്ടും പറഞ്ഞു, അത് ശരിയാ, കാരണം പലരെ നോക്കിയിട്ട് കിട്ടാണ്ട് വരുമ്പോഴാണ് അവസാനം നിന്നെ കൂടെ ഞാൻ ചിരിച്ചു പോയനെ. ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. ആറ്റവും ചൊറിഞ്ഞപ്പോഴല്ലോ നമുക്ക് അറിയില്ല എന്താ പറയുക, അടിച്ചെന്റെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. പിന്നെ ഇയാളുടെ കയ്യിലല്ലേ എന്റെ ചെവിക്കല്ല് അന്ന് തുടങ്ങിയതാ. ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട്. സ്വാഭാവികം. അപ്പൊ അതിൽ കൊറോണ ടൈമില് ആളുകൾ രോഗം മുഴുവൻ മരിച്ചെത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇവനെ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചത് കുറെ കാലം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടായി. അത് വായിച്ചു. ആ നീയാണ്. എടാ കോപ്പ, നീയൊക്കെ ജീവിച്ചില്ല. അതാണ് ഇവൻ. പിന്നെ സിനിമയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അതിശയുണ്ട്. ഒരു ആക്ടർ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ അയാൾ മെമ്പർഷിപ്പ്, അമ്മയിലൊരു മെമ്പർഷിപ്പ് അന്ന് 25,000 രൂപയാണ് മെമ്പർഷിപ്പിന്. അതെ അതെ, എനിക്ക് അമ്മയിലൊരു മെമ്പർഷിപ്പ് എടുക്കണം. നമുക്ക് ബൈജുവോട് എടേ നീ ആദ്യം ഇൻഡസ്ട്രിയിൽ നിൽക്കില്ല എന്നുള്ള ഇത് പറഞ്ഞു വെറുതെ കൊണ്ടായി 25,000 രൂപ കളയണ്ട. പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു. വലിയ ആൾക്കാരല്ലേ കേട്ടോ, മാമനോടും തോന്നല്ലേ. അപ്പൊ എന്റെ അടുത്ത് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടില്ല. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അപ്പൊ നിഖില കയറി പറഞ്ഞു, ഇത് പരിപാടി മാറിപ്പോയി, പരിപാടി അത് അങ്ങനെ ട്രോൾ ആയിപ്പോട്ടെ. വയലാർ എഴുതും ഇതുപോലെ. വയലാർ എഴുതുമോ ഇതുപോലെ?